students, Calicut University Managerial Economics first semester BBA students useful class ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇതിന് മുമ്പ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ ആയിരിക്കും. എന്നിരുന്നാലും ഞാൻ പറയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെക്ഷൻ എ ബി സി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ എയിൽ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ 2 മാർക്കിന് ആ ഒരു മാർക്കിനനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആൻസർ എഴുതുന്നത്. ഒരു ചെറിയൊരു പാരഗ്രാഫ്, ആ ഒരു കോണ്ടന്റ് മാത്രം ചെറിയൊരു പാരഗ്രാഫ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2 മാർക്കിന് ആൻസർ ചെയ്താൽ മതി. ദെൻ സെക്ഷൻ ബിയിൽ 5 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യൻസിനും 5 മാർക്ക് വീതമാണ് സെക്ഷൻ ബിയിൽ വരുന്നത്. സോ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഒരു പാരഗ്രാഫ് ഇല്ലെങ്കിൽ ഒരു 3/4 പേജൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ എഴുതാൽ മതി. ഓക്കെ, ദെൻ ലാസ്റ്റ് സെക്ഷൻ സി ആണ്. അത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു 2 ആൻസറാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ ഒരു ആൻസറിന് 10 മാർക്കാണ്. എസ്സേ 10 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 20ആണ്. 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 20 മാർക്ക്. അത് അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അത്യാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു എസ്സേ നിങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ടോട്ടൽ 80 നിങ്ങൾക്ക് മാർക്ക് വരിക. അതുകൂടാതെ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു MCQ അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ആൻസറും നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ടൊന്ന് റെഫർ ചെയ്യണം, പഠിച്ചു പോകണം എക്സാമിന്. അതും നിങ്ങൾക്ക് എന്തായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് അധികം സംസാരിക്കാതെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ എയിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 മാർക്കിനുള്ള ആൻസർ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സങ്ക് കോസ്റ്റ്? എന്താണ് സങ്ക് കോസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ നമുക്ക് നോക്കാം. സങ്ക് കോസ്റ്റ് ആർ ദോസ് വിച്ച് ഹാവ് ഓൾറെഡി ബീൻ ഇൻവേർഡ് ആൻഡ് വിച്ച് കനോട്ട് ബി ചേഞ്ച്ഡ് ബൈ എനി ഡിസിഷൻ മെയ്ഡ് നൗ ഓർ ഇൻ ദ ഫ്യൂച്ചർ. ഇവിടെ ഡിസിഷൻ മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് NOR ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. NOW നൗ എന്നാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ് സങ്ക് കോസ്റ്റ്? നിങ്ങൾക്ക് അറിയാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി ചെലവഴിച്ച കോസ്റ്റ് ആണ് സങ്ക് കോസ്റ്റ്. നമ്മൾ ഓൾറെഡി ചെലവഴിച്ച കോസ്റ്റാണ് സങ്ക് കോസ്റ്റ്. ഒരു അതായത് നമ്മൾ എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോഴും, ഇനി ഒരു തരത്തിലുള്ള ഡിസിഷൻ എടുത്താലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ഇപ്പോഴും ഫ്യൂച്ചറിൽ നമുക്ക് അതിൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ചെലവഴിച്ച് കഴിഞ്ഞു. അതിനി എന്ത് ഡിസിഷൻ എടുത്താലും അതിലൊരു ചേഞ്ചും ഉണ്ടാക്കാൻ പറ്റില്ല. ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സങ്ക് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്? നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മൾ ഒന്നിന് പകരം, ഇപ്പോൾ കോഫി ടീ ഒക്കെ എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ടീൻ്റെ വില കൂടുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, കോഫി ഉപയോഗിക്കുന്നു. അതൊക്കെ എന്താണ്, അതാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എക്സാമ്പിൾ ആക്കിയിട്ട് പറയാൻ സാധിക്കുക. ഇവിടെ എന്താ ആൻസർ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വൺ ഗുഡ്സ് for another because it has been relatively cheaper. അത് ഒന്നിന് പകരം വേറൊന്ന് ഉപയോഗിക്കുകയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു, ടീ, കോഫി, അതൊക്കെ പറഞ്ഞു. ദെൻ അതെന്തായിരിക്കും, ഒന്നിനേക്കാളും ചീപ്പായിരിക്കും അല്ലെ. ചീപ്പർ, ഇപ്പോൾ ചായക്ക് വില കൂടുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്താണ്, കോഫിക്ക് ഡിമാൻഡ് കൂടുന്നതാണ്, കോഫിക്ക് വില കുറഞ്ഞതുകൊണ്ടായിരിക്കും. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ. ഒന്നുകൂടി നോക്കുക, ഒന്നിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? വാട്ട് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് നമുക്ക് നോക്കാം അല്ലേ. വെൻ എ ഗിവൺ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് causes an equally proportionate change in demand. അതായത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ആ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒരുമ എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്താൽ മതി. അതായത് പ്രൈസിൽ ചേഞ്ച് ഉണ്ടാവുന്നത് ഇതുപോലെ തന്നെ ഡിമാൻഡിലും ഈക്വൽ ആയിട്ട് ചേഞ്ച് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോൾ പ്രൈസ് കൂടിയാൽ ഡിമാൻഡിലും ആ രീതിയിൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. അതിന് ഈക്വൽ ആയിട്ടുള്ള, അത് സെയിം പ്രപ്പോർഷനിൽ ചേഞ്ച് വരുന്നതിനെയാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ആ ഒരു വേർഡിൽ തന്നെ മനസ്സിലാക്കും, ഒരു യൂണിറ്റ് ഉണ്ടാവുക. ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് എന്തെങ്കിലും മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ്, പ്രൈസിൽ ഉണ്ടാവുന്ന അതേ അളവിൽ തന്നെ ഡിമാൻഡിൽ മാറ്റം വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കിൻഡ് ഡിമാൻഡ് കർവ്. KINKED. ഡിമാൻഡ് കർവ്
ഡിമാൻഡ് കർവ്. എന്താണ് കിങ്ങിന്റെ ഡിമാൻഡ് കർവ് നമുക്ക് നോക്കാം. ഇവിടെ കിങ്ങിന്റെ ഡിമാൻഡ് കർവ് നമ്മുടെ ഒളിഗോപോളിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. എന്താണ് കിങ്ങിന്റെ ഡിമാൻഡ് കർവ്? ഓക്കെ, when the demand curve is not a straight line but has a different elasticity for higher and lower price. നമുക്കിതിന് ഒളിഗോപോളി, നമ്മൾ പറഞ്ഞു ഒളിഗോപോളിന്റെ ആ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ കിങ്ങിന്റെ ഡിമാൻഡ് കർവിന് എക്സാമ്പിൾ നമുക്ക് ഒളിഗോപോളി പറയും. അതായത് നമ്മൾ ഒരിക്കലും ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിങ്ങിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതിന് ഇതേപോലെ ഒരു ഒടിവ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഒടിവ്. ഇപ്പം ഞാൻ റൗണ്ട് ഇട്ടിട്ടുണ്ടോ, ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഒടിവ്, ഇങ്ങനെ ഒരു ഒടിവ് ഉണ്ടായിരിക്കും. അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, മറ്റു കർവിനെ പോലെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതൊരു ഒടിവ് ഉണ്ടായിരിക്കും. ഇവിടെ പ്രൈസ് ഒക്കെ എന്താണ് റിജിഡ് ആയിരിക്കും. അപ്പം അതിൻ്റെ ആ ഒരു ബേസിലാണ് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരിക്കുക. ആ ഒരു ക്വാണ്ടിറ്റി സപ്ലൈ ഒക്കെ ആ ഒരു പ്രൈസിൻ്റെ ബേസിലായിരിക്കും. അതാണ് കിങ്ങിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഗിഫൻ പാരഡോക്സ്? വാട്ട് ഈസ് ഗിഫൻ പാരഡോക്സ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ലോ ഇൻകം നോൺ ലക്ഷറി പ്രോഡക്റ്റ് ഫോർ വിച്ച് ഡിമാൻഡ് ഇൻക്രീസ് ആസ് ദ പ്രൈസ് ഡിക്രീസ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതേപോലെ തന്നെയാണ്. It had an upper slope demand curve which is contrary to the fundamental law of demand which are based on downward sloping demand curve. അതായത് നമ്മുടെ ഗിഫൻ ഗുഡ്സിൻ്റെ ആ ഒരു മെയിൻ ആയ കോൺസെപ്റ്റ് എന്താണ്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. പ്രൈസും ഡിമാൻഡും നല്ല റിലേഷൻഷിപ്പാണ് അല്ലെ, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പ്രൈസ് കൂടുമ്പോൾ അവിടെ ഡിമാൻഡ് കൂടുന്നുണ്ട്, പ്രൈസ് കുറയുമ്പോൾ അവിടെ ഡിമാൻഡ് കുറയുന്നുണ്ട്. അതാണ് ഗിഫൻ എന്താണ് പാരഡോക്സിൻ്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഗിഫൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അല്ലേ. പിന്നെ എന്താണ് ഇത് പോസിബിൾ ആവുന്നത്? ഇത്തരത്തിലുള്ള ഗിഫൻ പാരഡോക്സ് തത്വം പോസിബിൾ ആവുന്നത് ഏതിലൊക്കെയാണ്? നോൺ എന്താണ്, അതായത് നോൺ ഇൻകം ഗുഡ്സിലും അതുപോലെ തന്നെ നോൺ ലക്ഷറി ഗുഡ്സിലും ആണ് ഈ ഗിഫൻ പാരഡോക്സ് ഈ ഒരു കോൺസെപ്റ്റ് എന്താവുന്നത് പോസിബിൾ ആവുന്നത്. ഓക്കെ, ഇവിടെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നുണ്ട്, പ്രൈസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിമാൻഡും കുറയുന്നുണ്ട്. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻഡ് ബൈ ഡ്യുവോപോളി? വാട്ട് ഈസ് മെൻഡ് ബൈ ഡ്യുവോപോളി? നമുക്കറിയാം ഡ്യുവോപോളി, ഡ്യുവോ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഒക്കെ രണ്ടാണ്. അത് തന്നെയാണ് എന്താണ് ഡ്യുവോപോളി എന്ന് പറഞ്ഞാൽ. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ മാർക്കറ്റ് വിത്ത് ഓൺലി 2 സെല്ലേഴ്സ്. അതൊരു മാർക്കറ്റാണ്, രണ്ട് സെല്ലേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇറ്റ് ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ഒളിഗോപോളി. ഇതൊരു ഒളിഗോപോളിൻ്റെ ഒരു ലിമിറ്റഡ് ആയൊരു വേർഷനാണ്. ബോത്ത് പ്രൊഡ്യൂസേഴ്സ് ഓർ സെല്ലേഴ്സ് പ്രൊഡ്യൂസ് ആൻഡ് സെൽ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ പ്രോഡക്റ്റ്. അതായത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സും സെല്ലേഴ്സും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും എന്താണ് ഏകദേശം ഒരു ഐഡന്റിക്കൽ പ്രോഡക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്യുവോപോളിയിൽ ഇവിടെ 2 സെല്ലേഴ്സ് മാത്രമാണ് ഉണ്ടായിരിക്കുക. ഇവിടെ പ്രൊഡ്യൂസേഴ്സും സെല്ലേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഡ്യുവോപോളി. ഇത്ര എഴുതിയാൽ മതി എക്സാമിന്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്നും കൂടെ ഒരു 1-2 വരി കൂടെ അതിൽ ചേർക്കാം. ഈ നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ സ്ട്രാറ്റജി ഓഫ് പ്രൈസിങ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്? അല്ലെ, എന്താണ് ഒരു ന്യൂ പ്രൊഡക്റ്റിന് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സ്കിമ്മിങ് പ്രൈസ് പോളിസി ആൻഡ് പെനിട്രേഷൻ പ്രൈസിങ് പോളിസി. അപ്പോൾ സ്കിമ്മിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ പ്രൈസ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുക. തുടക്കത്തിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യും, പിന്നെ ഗ്രാജുവലി അതിന് പ്രൈസ് നമ്മൾ കുറച്ച് വരും. അതാണ് സ്കിമ്മിങ് പ്രൈസ് പോളിസി. ദെൻ പെനിട്രേഷൻ പോളിസി പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ തുടക്കം സ്റ്റേജിൽ എന്താണ് അതിന് ലോ പ്രൈസ് ആയിരിക്കും, പിന്നെ ഗ്രാജുവലി അതിന് പ്രൈസ് കൂട്ടി വരും. ഈ 2 സ്ട്രാറ്റജീസാണ് ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈസിങ് സ്ട്രാറ്റജി. ഓക്കെ, സ്കിമ്മിങ് ആൻഡ് പെനിട്രേഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ 8th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെയിൻഡ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ? ഓക്കെ, വാട്ട് ഈസ് മെയിൻഡ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ? എന്താണ്? കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആഡഡ് റവന്യൂ ആൻഡ് ഇൻക്രിമെന്റൽ കോസ്റ്റ്. അതായത് എന്താ പറയുക, കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ആഡഡ് റവന്യൂവിൻ്റെയും അതുപോലെ തന്നെ ഇൻക്രിമെന്റൽ കോസ്റ്റിൻ്റെയും ഡിഫറൻസിനെയാണ്. അതായത് ആഡഡ് റവന്യൂ മൈനസ് ഇൻക്രിമെന്റൽ കോസ്റ്റ് ആണ് എന്ത് വരുന്നത്? കോൺട്രിബ്യൂഷൻ. അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആഡഡ് റവന്യൂ മൈനസ് എന്താണ്? ഇൻക്രിമെന്റൽ കോസ്റ്റ്. ഓക്കെ, പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓവർ വാരിയബിൾ കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോൺട്രിബ്യൂഷൻ ആണ്.
ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് വ്യക്തമായി വിചാരിക്കുന്നു. ദെൻ നമ്മൾ 9th ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. നമ്മുടെ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഒരു എന്താണ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. ഇത് 2 മാർക്കിന് തന്നെയാണ്, പക്ഷെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ആ ഒരു ജസ്റ്റ് ആ ഒരു ഇമ്പോർട്ടൻസ് എഴുതിയാൽ മതി. നമുക്ക് നോക്കാം ആൻസർ. പ്രൈസ് ഡിറ്റർമിനേഷൻ ലോ ഓഫ് ഡിമാൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദെൻ യൂസ്ഫുൾ ടു ഗവൺമെൻറ്റിന് യൂസ്ഫുള്ളാണ്. യൂസ്ഫുൾ ടു ഫാമേഴ്സിനും എന്താണ് അത് ഹെൽപ്ഫുള്ളാണ്, യൂസ്ഫുള്ളാണ്. ഇൻ ദ ഫീൽഡ് ഓഫ് പ്ലാനിങ് എന്താണ് പ്ലാനിങ്ങിനും ലോ ഓഫ് ഡിമാൻഡ് എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇത് വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? പ്രൈസ് ഡിറ്റർമിനേഷൻ, യൂസ്ഫുൾ ടു ഗവൺമെൻറ്, യൂസ്ഫുൾ ടു ഫാമേഴ്സ് ആൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്ലാനിങ്. ഓക്കെ, ഈ നെക്സ്റ്റ് വണ്ണാണ് 10th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദിസ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ? What is this economics of scale? നമുക്ക് നോക്കാം ആൻസർ. It occurs when the expansion of output comes with increasing average unit cost. It can involve factors internal to an operation or external condition beyond a firm control. ഒന്നുകൂടെ ആൻസർ നോക്കാം. It occurs when the expansion of output comes with increased average unit cost. It can involve factor internal to an operation or external condition beyond a firm control. അതായത് ഇവിടെ പറയുന്നത് അപ്പോൾ ഡിസ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കോസ്റ്റിനേക്കാളും കുറവായിരിക്കും നമ്മൾ ഒരുപാട് യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒരു യൂണിറ്റ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്കൊരു 10 രൂപയാണ് ചിലവായിരിക്കും. നമുക്കൊരു 20 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു 20 പ്രൊഡക്റ്റ് നമ്മൾ ഒന്നിച്ചുണ്ടാക്കാൻ നമുക്ക് ചിലപ്പോൾ കോസ്റ്റ് കുറഞ്ഞു വരും. ഇപ്പോൾ വേറെ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് 100 രൂപയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കോസ്റ്റ് 100 രൂപയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 പ്രൊഡക്റ്റാണ് ഉണ്ടാക്കിയത് നമ്മൾ അതിന് ചിലപ്പോൾ എന്തായിരിക്കും കോസ്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ അത്രയും പൈസ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരില്ല, നമുക്കത് ചിലപ്പോൾ കോസ്റ്റ് കുറഞ്ഞു വരും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തില്ല, കോസ്റ്റ് കുറയണമെന്നില്ല, കോസ്റ്റ് കൂടുക ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് നമുക്ക് ചിലവാക്കാനുള്ള കോസ്റ്റിനേക്കാളും കുറവായിട്ട് നമ്മൾ ഈ 20 പ്രൊഡക്റ്റൊക്കെ ഒരു ലിമിറ്റ് വരെയുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഒന്നിച്ചുണ്ടാക്കുമ്പോൾ കോസ്റ്റ് കുറയും. പക്ഷെ ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കോസ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എന്ത് പറയുന്നത് നമ്മുടെ ദിസ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ആ ഒരു ടേമിനെ കൊണ്ട് മീൻ ചെയ്യുന്നത് അതാണ്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് 11th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഷട്ട് ഡൗൺ പോയിന്റ്? നമുക്കറിയാം ഷട്ട് ഡൗൺ പോയിന്റ് എന്താണ്? നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലേ? നമുക്കറിയാം ഷട്ട് ഡൗൺ പോയിന്റ് പറയുമ്പോൾ നോ പ്രോഫിറ്റ് നോ ലോസ്. എന്താ നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ദ പോയിന്റ് വേർ ദ ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഈസ് കോൾഡ് ഷട്ട് ഡൗൺ പോയിന്റ്. അതായത് ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ആവറേജ് റവന്യൂ, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയാം. അത് ആവറേജ് വാരിയബിൾ കോസ്റ്റും ആവറേജ് റവന്യൂയും ഈക്വൽ ആവുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇഫ് ദ പ്രൈസ് ഫോൾ ബിലോ ആവറേജ് വാരിയബിൾ കോസ്റ്റ് ദ ഫേം വിൽ സ്റ്റോപ്പ് പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൈസ് ആവറേജ് വാരിയബിൾ കോസ്റ്റിനേക്കാളും താഴെയാണെങ്കിൽ, അതായത് നമ്മൾ ചെലവാക്കിയ പണം നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, പ്രൈസ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ കാര്യമില്ല. ഇപ്പോൾ ഞാനൊരു 100 രൂപ കൊടുത്തിട്ട് എന്താണ് ഒരു കോസ്റ്റ് ചിലവാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതിന് എനിക്ക് 10 രൂപയാണ്, എനിക്ക് ഒരു ലാഭം കിട്ടുന്നില്ലെങ്കിൽ എന്താണ് അവിടെ കുറഞ്ഞു അല്ലേ? അപ്പോൾ ആവറേജ് വാരിയബിൾ കോസ്റ്റിനേക്കാളും പ്രൈസ് അതിന് താഴെ വരുന്നെങ്കിൽ ആ ഒരു പോയിന്റാണ് ഷട്ട് ഡൗൺ പോയിന്റ്. ഓക്കെ, പിന്നെ വരുന്നത് വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അവിടെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിൻ്റെ ആയിരിക്കും, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് സിമ്പിളാണ്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ദെൻ വാട്ട് ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി? കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി, അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, 2 പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്ന പ്രൊഡക്റ്റിനായിരിക്കും ഡിമാൻഡ് കൂടുതൽ. നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്ന പ്രൊഡക്റ്റാണ്, വാല്യൂ തരുന്ന പ്രൊഡക്റ്റാണ്.
അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് അതിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. രണ്ട് പ്രൊഡക്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വാല്യൂ കിട്ടുന്ന പ്രൊഡക്റ്റിനായിരിക്കും നമ്മൾ കസ്റ്റമേഴ്സിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആക്കുന്ന പ്രൊഡക്റ്റിനായിരിക്കും ഡിമാൻഡ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. അതുകൂടാതെ റാഷണൽ ചോയ്സ് തിയറി ഉണ്ട്. റാഷണൽ ചോയ്സ് തിയറി, റാഷണൽ പറഞ്ഞാൽ യുക്തിപരമായിട്ട് എന്നുള്ളതാണ് റാഷണൽ. അപ്പോൾ ഈ റാഷണൽ ചോയ്സ് തിയറിക്ക് നമ്മുടെ ഈ കാർഡിന് യൂട്ടിലിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ്, കസ്റ്റമേഴ്സിനെ ഏറ്റവും കൂടുതൽ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും അവരെപ്പോഴും എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അതാണ് കാർഡിന് യൂട്ടിലിറ്റി. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ഞാൻ തന്നതാണ്. Then what are the objectives of managerial economics? അത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. What are the objectives of managerial economics? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളെ ഫസ്റ്റ് സെക്ഷൻ, അതായത് 2 മാർക്കിനുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഒന്നും ഇതിൽ ആൻസർ ഇല്ല, പക്ഷെ ഞാൻ പേജ് നമ്പർ മെഷർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ സെക്ഷൻ ബിയിലോട്ട് കടക്കുകയാണ്. അതിന് ഓരോ ക്വസ്റ്റ്യൻസിനും 5 മാർക്ക് വീതമാണ്. അപ്പോൾ നിങ്ങൾ 5 മാർക്കിൻ്റെ രീതിയിലായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾ യുക്തിപൂർവ്വമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ വാരിയസ് എക്സംഷൻ ഓഫ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്? അതായത് ലോ ഓഫ് ഡിമാൻഡ് ബാധിക്കാത്തത് ഏതിനൊക്കെയാണ്? അത് ഇൻക്ലൂഡ് ചെയ്യാത്ത, ലോ ഓഫ് ഡിമാൻഡ് ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സംഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് നോക്കാം. ഇൻഫീരിയർ ഓർ ഗിവൺ ഗുഡ്സിന് ലോ ഓഫ് ഡിമാൻഡ് ബാധകമല്ല. പ്രസ്റ്റീജ് ഗുഡ്സിന് ബാധകമല്ല. ഡിമാൻഡ് ഫോർ നെസസറീസിന് ബാധകമല്ല. എമർജൻസി, സ്പെക്കുലേഷൻ എഫക്റ്റ്, ഇഗ്നോറൻസ്, ഫെസ്റ്റിവൽ മാരേജ്, ബ്രാൻഡ് ലോയാലിറ്റി, കോസ്മെറ്റിക്സ്, ഇതിനൊന്നും എന്ത് ബാധകമല്ല? ലോ ഓഫ് ഡിമാൻഡ് ബാധകമല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ ദ വാരിയസ് എക്സംഷൻ ടു ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് എക്സെപ്ഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇൻഫീരിയർ ഓർ ഗിവൺ ഗുഡ്സ് ഉണ്ട്, ദെൻ പ്രസ്റ്റീജ് ഗുഡ്സ് ഉണ്ട്, ഡിമാൻഡ് ഓർ നെസസറീസ് ഉണ്ട്, എമർജൻസി ഉണ്ട്, സ്പെക്കുലേഷൻ എഫക്റ്റ് ഉണ്ട്, ഇഗ്നോറൻസ് ഉണ്ട്, ഫെസ്റ്റിവൽ മാരേജ് എക്സെട്ര, ബ്രാൻഡ് ലോയാലിറ്റി ആൻഡ് കോസ്മെറ്റിക്സ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ വാരിയസ് മെത്തേഡ് ടു ഡിറ്റർമിനിങ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഓക്കെ, ഏതൊക്കെയാണ് വാരിയസ് മെത്തേഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കോസ്റ്റ് പ്ലസ് പ്രൈസ് ഉണ്ട്, ടാർഗറ്റ് പ്രൈസിംഗ് ഉണ്ട്, മാർജിനൽ കോസ്റ്റ് ഉണ്ട്, ഗോയിങ് റേറ്റ് പ്രൈസിംഗ് ഉണ്ട്, കസ്റ്റമറി പ്രൈസിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ കൂടെ ചെയ്യാം. ഓക്കെ, കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ഉണ്ട്, ടാർഗറ്റ് കോസ്റ്റിംഗ് ഉണ്ട്, പ്രൈസിംഗ് ഉണ്ട്, മാർജിനൽ കോസ്റ്റ് ഉണ്ട്, ഗോയിങ് റേറ്റ് പ്രൈസിംഗ് ഉണ്ട്, കസ്റ്റമറി പ്രൈസിംഗ് ഉണ്ട്. ഓക്കെ, ഇതാണ് വാരിയസ് മെത്തേഡ് ടു ഡിറ്റർമിൻ ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഇനി 17th ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് മോണോപ്പൊളി? എക്സ്പ്ലെയിൻ ദ ഇല്ലുസ്ട്രേറ്റ് ഡയഗ്രമാറ്റിക്കലി ദ ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ മോണോപ്പൊളി ഫേം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മുടെ പേജ് നമ്പർ 135, 139 എന്താണ് മോണോപ്പൊളി എന്നുള്ളതും അതുപോലെ തന്നെ ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് മോണോപ്പൊളി ഫേം എന്നുള്ളതും 139ാമത്തെ പേജിൽ ആ ഗ്രാഫ് ഡയഗ്രം ഉണ്ട്. ഓക്കെ, അപ്പോൾ 17th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 135, 139. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ അസംഷൻ ഓഫ് ബാനുവേഴ്സ് മോഡൽ ഓഫ് സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസറും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 18 ആൻഡ് 19 വരുന്നുണ്ട്. പേജ് നമ്പർ 18 to 19 ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ ബിയിലുള്ളത്. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സെക്ഷൻ സിയിലോട്ടാണ്. ഓക്കെ, സെക്ഷൻ സിയിൽ വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഡയഗ്രാമാറ്റിക്കലി ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ അല്ലെങ്കിൽ ലോ ഓഫ് വാരിയബിൾ പ്രപ്പോർഷൻ ആൻഡ് ഇറ്റ്സ് അസംഷൻ. ഇത് പേജ് നമ്പർ 75, 78 നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് യൂസ്ഡ് ഫോർ ഫോർകാസ്റ്റിംഗ്. അതായത് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? അത് പേജ് നമ്പർ 47, 51 ദെൻ ഡിസ്കസ് വാരിയസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് എക്സാമ്പിൾ. അതിൻ്റെ ആൻസർ 12 to 14, 12 to 14 ആ പേജ് നമ്പറുകളിലായിട്ടുണ്ട്.
ദെൻ ഇതിൽ ലാസ്റ്റ് വരുന്നത് ഡിഫൈൻ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 44-45 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് റെഫർ ചെയ്യുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഞാൻ ഇതിൻ്റെ ഒരു PDF ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം, വീഡിയോസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.